രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ കലഹം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തി. കട്ടപ്പ ബാഹുബലിയെ കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്താണ് വിമർശനം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് കട്ടപ്പ പോസ്റ്റിട്ടത്. ആർ ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ? ഈ പോസ്റ്റിന് പിന്നിൽ എന്താണ് ശ്രീജിത്ത്? ഉന്മേഷ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലാകെ അവിശ്വാസം പടർന്നിരിക്കുന്നു, തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് ശേഷമുണ്ടാകുന്ന പ്രധാനപ്പെട്ട സംഭവവികാസം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പിന്നിൽ നിന്ന് കുത്തിയെന്ന ആക്ഷേപമാണ് എ വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്നതിൻ്റെ ചിത്രം യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു ആക്ഷേപവും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ്. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഏറ്റവും വിശ്വസ്തനായ നേതാക്കളിൽ ഒരാളാണ് ഈ വിജിൽ മോഹൻ തന്നെ ഈ പോസ്റ്റ് ഇട്ടുകൊണ്ട് അബിൻ വർക്കിയുടെ ചിത്രം കൂടി ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നൽകിക്കൊണ്ടാണ് ഇത്തരമൊരു പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് താഴെ വലിയ തോതിലുള്ള വിമർശനമാണ് എ വിഭാഗത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ഈ പിന്നിൽ നിന്ന് കുത്തിയവരെ എന്നായാലും അവർക്കും ഇതേ ഗതി വരും, ഇത്തരത്തിൽ ചാരിത്ര പ്രസംഗം നടത്തുന്നവർ കണ്ണാടി നോക്കുന്നത് നന്നായിരിക്കും തുടങ്ങിയ രൂക്ഷമായ പരാമർശങ്ങളാണ്. ഒറ്റുകാരനെ കണ്ടെത്തും എന്ന തരത്തിലുള്ള പരാമർശങ്ങളുമുണ്ട്. എന്തായാലും തമ്മിലടി മുറുകിയതോടുകൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പ് നാഷണൽ സെക്രട്ടറി പുഷ്പവതി അഡ്മിൻ ഒൺലിയാക്കി മാറ്റിയിരിക്കുകയാണ്. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.